അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വാർഷിക വികസന സെമിനാർ നടന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രം ഒതുങ്ങാതെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള കരട് പദ്ധതി രേഖയാണ് അവതരിപ്പിച്ചത്. 2025-26 വർഷത്തെ വാർഷിക വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും നാടിന്റെ വികസനത്തിനും ഉതകുന്ന പദ്ധതികൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചത്. അവികസിത പ്രദേശങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന ഫണ്ടിന്റെ 30% തുക ക്ഷീര വികസനത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. പരിസര ശുചീകരണം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ആരോഗ്യ പദ്ധതികളും നിലവാരമുള്ള വിദ്യാഭ്യാസ പദ്ധതികളും നാടിന്റെ ജീവനാഡികളായ റോഡിന്റെ വികസനത്തിലുള്ള പദ്ധതികളും വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിനും പ്രകൃതിദത്തമായ ജലസംരക്ഷണ മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിനും പദ്ധതിയുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ പ്രവർത്തനങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കൽ, അലോപ്പതി, ഹോമിയോ, ആയുർവേദ മരുന്ന് വിതരണം തുടങ്ങിയ പദ്ധതികളും വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഭവന നിർമ്മാണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലും പ്രയോജനപ്രദമായ നിരവധി പദ്ധതികൾ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു വർഷം ഇപ്പോൾ ജില്ലയിൽ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ഫണ്ട് വിനിയോഗത്തിൽ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇനിയും ചെയ്യാനുള്ള റോഡിന്റെ ഒക്കെ ടെൻഡർ ഇട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടെ ആകുമ്പോൾ നമുക്ക് ഒരുവിധം നല്ല രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഭരണസമിതിയും സ്റ്റാഫ് അടക്കമുള്ളത്. സെമിനാറിൽ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നിഷാമോൾ ബിനോജ്, ഷൈമോൾ രാജൻ, ബി ബിനു, ജോമോൻ വെട്ടിക്കാല, വിജയമ്മ ജോസഫ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.